So let's begin the show. This is Red Carpet. അപ്പോ വീണ്ടും നമ്മളിതാ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. സായനോട് ചോദിക്കട്ടെ, അതായത് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ഇരിക്കുകയാണല്ലോ, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? അപ്പൊ ആ ജോലിയും ഈ ഒരു ജോലിയും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. എങ്ങനെ ഇത് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകുന്നത്? എന്ത് ജോലി നമ്മൾ ചെയ്യുന്നോ അതിനകത്ത് നമ്മുടെ ഹാപ്പിനെസ് കാണുക. ഞാനിപ്പം അഭിനയിക്കുന്നത് ഞാനൊരു വെറും സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അഭിനയിക്കുന്നത്. അതെ, ഞാൻ എൻജോയ് ചെയ്യണത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജോലിയാണിത്. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ജോലി. ഞാൻ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ, ഞാൻ ആദ്യം മുതൽ ജോയിൻ ചെയ്ത ഓഫീസ് തൊട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ്, ഭയങ്കര സപ്പോർട്ടെന്നൊന്നും പറഞ്ഞാൽ പോരാ. എനിക്ക് അത്രയ്ക്കും സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ ജോലിയും എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കീപ്പ് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേര് ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. ചേട്ടാ ഇത് എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ IG ഓഫ് രജിസ്ട്രേഷനിലെ ക്ലർക്കാണ്. പ്രീതയുടെ അതായത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെയാണ് ജീവിതത്തിൽ കൂട്ടിയിരിക്കുന്നത് അല്ലേ? സോ എങ്ങനെയായിരുന്നു ആ ഒരു ഇപ്പോഴും ആ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെയാണോ? അതെ, അത് ഇതുവരെയും ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പൊ 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വിവേകിന്റെ ഇതില് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞങ്ങൾ എന്താണോ അന്ന് മുമ്പ് ചെയ്തിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത്. ഭയങ്കര റൊമാൻസ് അതൊന്നും ഉണ്ടാവില്ല. പണ്ടേ ഇല്ലടോ, അതാണ് പ്രശ്നം. ഞങ്ങൾ പണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നത്. പ്രണയം തോന്നി ആരാണ് ആദ്യം പറഞ്ഞത്? എന്നോട് ഫസ്റ്റ് വിവേകാണ്. അതിലും ഒട്ടും പൈങ്കിളില്ലായിരുന്ന ചെറിയൊരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ ഉണ്ട്. കാര്യം എനിക്ക് ഫസ്റ്റ് ഒരു വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവിടെ ഉള്ള ഒരാളല്ല, നോർത്തി ആയിരുന്നു. അപ്പോ അത് ബ്രേക്കപ്പ് ആയ സമയത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ, പൊതുവെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് വിവേക് ഒരു ദിവസം രാത്രി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു, ഓയോ വിവി നീ എന്നെ കൂടെ ഫ്രണ്ട് ആയിട്ട് എപ്പോഴും കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാണും, പക്ഷേ നാളെ നീ ഒരാളെ കല്യാണം കഴിച്ച് പോകുമ്പോൾ അയാൾ പറയാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പം ഞാൻ പെട്ടെന്ന് വളരെ ഇന്നസെന്റ് ആയി, അയ്യോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അല്ലേ? ശരി, അങ്ങനെ ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്നോട് പറയാ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് കല്യാണം കഴിച്ചാലോ. ഞാനേ ഒരു സെക്കൻഡ് ഞാൻ ഇതെന്താ ഇങ്ങനെ, ഇതെന്തേ? ഹലോ, അല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ സമയം പെട്ടെന്ന് നോക്കും, 3 മണി, എളുപ്പരാവിലെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് സംസാരിക്കണം. ഈ പറഞ്ഞ സാധനങ്ങൾ വൃത്തിയായ ഒരു പേപ്പറിൽ എഴുതിയാൽ ഇത് അസൽ ഭയങ്കരയാണ്. ടോക്ക് എന്ന് പറയുന്നത് നമ്മളൊരിക്കലും വേറൊരു രീതിയിലുള്ള ഒരു ടോക്ക് അല്ല. നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ സാസുവിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നു ഇന്നത്തെ വിഷയം. നീ കല്യാണം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നീ കല്യാണം കഴിഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? അയ്യോ അത് ശരിയാണല്ലോ, അയാൾ അങ്ങനെയല്ലേ പറഞ്ഞത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിന്നെ കല്യാണം കഴിച്ചാലോ? സത്യമാടാ, ഞാൻ നിന്നെ കല്യാണം കഴിച്ചാലോ? ഒരു മിനിറ്റ്, വെളുപ്പിന് 3 മണിയായടാ, നീ എന്താ പറയണ? നീ ഉറക്കപ്പിച്ചിലാണോ? ഉറക്കപ്പിച്ചിലല്ല, എന്റെ മനസ്സിലുള്ള കാര്യം, വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുക. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? ശരിക്കും? ശരിക്കും. അപ്പൊ ഇത്ര നാള് നിനക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നു? ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ ഇതൊന്നും എന്റെ ഡയലോഗിൽ ഇല്ല കേട്ടോ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഇത്രയും ദിവസം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്താടാ നീ ഇത്രയും നാള് മറ്റൊരു റിലേഷൻ നിനക്കുണ്ടായി, അയാളായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സ് എന്തോരം മുറിഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ എന്തോരം എന്റെ മനസ്സ് നിറഞ്ഞ് അറിയാമോ? ഇനി മുതൽ നമ്മൾ ഒരുമിച്ചാണോ? ലൈഫ് ലോങ്. I love you so much. I love you. എനിക്കൊരു ഉമ്മ. ഇങ്ങനെയായിരിക്കും ശരിക്കും ഉണ്ടായത്. ഞാൻ സമ്മതിക്കില്ല, ഇങ്ങനെ തന്നെയാണ്. വെളുപ്പിന് 3 മണി ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ സായൻ ചേട്ടാ, പ്രീത, നമ്മളിവിടെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തല്ലോ. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ലെവൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അതിനെ ഒന്നും കൂടി കളർഫുൾ ആക്കാനായിട്ട് ഒരു ഗസ്റ്റും കൂടി വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും ചീപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? ഈ ചീപ്പ് വെച്ചിട്ട് നമ്മൾ മുടി ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ ചീപ്പ് വെച്ചിട്ട് പാട്ട് പാടാൻ നിങ്ങൾക്ക് പറ്റുമോ? നമ്മുടെ തലമുടി ഇരുന്ന് ചീപ്പും പിന്നെ വേണമെങ്കിൽ ഒരു പേപ്പർ കൊടുത്ത് പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും കാസർഗോഡ് എന്നൊരു സുന്ദരി ഇവിടെ എത്തിയിട്ടുണ്ട്. ചീപ്പ് കൊണ്ട് പാട്ടുകൾ പാടുന്ന ഒരാളാണ്.
അപ്പൊ കൂടുതൽ വിശേഷം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് അന്തവും കുന്തവും അറിയാത്ത കാര്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് ആ കുട്ടിയെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ എന്തായാലും വളരെയധികം സ്നേഹത്തോടെ നമുക്ക് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യാം സനിത. എൻ്റെ പേര് സനിത അജേഷ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചുഴുപ്പ് എന്ന പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഈ ചീപ്പ് പാട്ടിലേക്ക് വന്നത് എൻ്റെ കുഞ്ഞായിക്കുമ്പോൾ ഞാനിത് ഇങ്ങനെ പാടുമായിരുന്നു. അന്നേരം പാട്ടായിട്ടൊന്നും അല്ലെങ്കിലും സൗണ്ട് മാത്രമേ വരുവുള്ളായിരുന്നു. എന്നിട്ടും ചെയ്യുമായിരുന്നു. എൻ്റെ കൊച്ചു പാട്ട് പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ പിന്നെ തിരിച്ച് ഇതിലേക്കൊന്ന് വന്നത്. ഞാൻ പിന്നെ ഞാൻ ചെറിയ ചെറിയ വേദികളിലൊക്കെ, അതായത് നമ്മുടെ പിന്നെ ഓണം പരിപാടികൾക്കൊക്കെ അങ്ങനത്തെ വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. മത്സരമായിട്ടൊന്നുമല്ല, പാടി കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇങ്ങനെ ചീപ്പും പേപ്പറും വെച്ച് പാടുമ്പം എല്ലാവർക്കും സംശയം ഇതാണോ, അത് വേറെ വല്ലതും ചെയ്യുന്നുണ്ടെന്നൊക്കെ. അതൊന്നുമില്ല. ഇത് ഈ ന്യൂസ് പേപ്പറും ഈ നമ്മൾ തലമുടി ചെയ്യുന്ന ചീപ്പും മാത്രമാണ്. അത് അതിനകത്ത് വെച്ച് മടക്കി ചുണ്ടോയാണ് പാട്ട് പാടുന്നത്. പാട്ട് നമ്മളെങ്ങനെ വോക്കലായിട്ട് പാടുന്നു അതുപോലെ തന്നെ അതിനകത്ത് ഊതു ശബ്ദം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ റെഡ് കാർപ്പറ്റിൻ്റെ വേദിയിലേക്ക് ഞാൻ എത്തുന്നത് എൻ്റെ ഈ ചീപ്പ് പാട്ടുമായിട്ടാണ്. പിന്നെ ഞങ്ങൾ ചെറിയൊരു മലയോര ഗ്രാമമാണ് ഞങ്ങളത്. അവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഈ ചീപ്പ് പാട്ട് നിങ്ങളെല്ലാവരും ആസ്വദിക്കണം, എല്ലാവരും ആസ്വദിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ചേച്ചി എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് കടന്നത്? ഞങ്ങൾ കുറേ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ ടീം തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ആൺകുട്ടി, അവൻ നന്നായിട്ട് കുടം എടുത്തിട്ട് പിന്നെ ചെണ്ട കൊട്ടും നല്ല പോലെ. അപ്പം ഞങ്ങളെല്ലാം നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ചീപ്പ് എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് ഓ അത് ശരി. അപ്പൊ ഇതൊരു ഗ്യാങ് ആയിട്ടാണ് നിങ്ങള്? ആ ഒരു ഗ്യാങ്ങിൽ ഇപ്പൊ ചേച്ചി മാത്രമാണോ ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ളൂ? അത് അനിയത്തി പാട്ട് പാടും, അവളുണ്ട്. ഈ നമ്മൾ പ്രൊഫൈലിൽ കണ്ടല്ലോ ബൈക്ക് ഓടിച്ച് ചെത്തി പോകുന്ന ഞങ്ങൾ കണ്ടു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം എങ്ങനെയാണ്? അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അത് ഏതെങ്കിലും സിനിമ നടിമാരെ നടന്മാരെ കണ്ടിട്ടാണോ? എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പം കാറിന്റെ ഒക്കെ ലൈസൻസ് ഉണ്ട്, പക്ഷെ കാർ ഓടിക്കാൻ അറിയത്തില്ല. ഓ അത് ശരി. ബൈക്കിന്റെ ലൈസൻസ് ഉണ്ട്, ബൈക്ക് ഓടിക്കാൻ അറിയാം. അത് ഭർത്താവ് തന്നെ എന്നോട്, ഹസ്ബൻഡാണ് ഗുരു അല്ലേ? അതായത് ഒരു വീട്ടമ്മ ഇരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതാണ് നമ്മൾ എടുത്തു പറയുന്നത്. വേറെ എനിക്ക് ഒരു 10-16 ആടുണ്ട്. പിന്നെ പച്ചക്കറി കൃഷി എല്ലാം ഉണ്ട്, പറമ്പുണ്ട്. 16 ആട് പറമ്പില് അല്ലേ? അപ്പൊ അതിന് മേയിച്ചോണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണോ? മേയിച്ചോണ്ട് നടക്കാന്ന് വെച്ചാൽ ഞാനും എന്റെ കൊച്ചും കൂടെ ചെയ്യുന്നല്ല. അതെന്താ ഈ സാധാരണ എല്ലാരും പശു വളർത്തുന്നല്ലേ പറഞ്ഞത്? ഇത്ര ആട് അങ്ങനെ ഒരു ചേച്ചി വെറൈറ്റി അല്ലേ? അതെന്താന്ന് വെച്ചാൽ പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു. കറക്കാൻ സമ്മതിക്കാൻ നല്ല തൊഴിൽ തരും. ഈ യോഗ അതിനെപ്പോഴാണ് സമയം? അത് പഠിച്ചിട്ടുണ്ടായിരുന്നു? അതിനും എന്റെ ഭർത്താവാണ് നീ പോയി നോക്കെന്ന് പറഞ്ഞാൽ. എനിക്ക് ഒരു പിത്താശയത്തി കാലായിട്ട് വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞത് ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നല്ലതാണ്, ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഭർത്താവ് തന്നെ എന്നെ അതിനെ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ലേ? എല്ലാ കാര്യത്തിലും. ഹസ്ബൻഡിന്റെ പേര് പറയുമ്പോൾ തന്നെ മുഖത്ത് എന്റെ ബൾബ് വിരിഞ്ഞു. ഹസ്ബൻഡ് പേര് എന്താണ്? വന്നിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല, വന്നിട്ടില്ല. വരാൻ പറ്റിയില്ല. ഇപ്പം ഇരുമ്പ് പണി എടുക്കുക, കത്തിയൊക്കെ നന്നാക്കുന്ന പണിയാ. അപ്പം പണിയെടുക്കാൻ തീരെ വയ്യാതെ നടുവേന ഈ 2 കൈയുടെ ബോൾസും തേഞ്ഞു പോയി. 2 ചെറുതായിരുന്നപ്പോ തൊട്ട് പണിയെടുക്കാൻ തുടങ്ങിയത്. അന്നേരം ഇപ്പം വലിയൊരു കുഴിച്ചായത്ത് ഇറങ്ങി നിന്ന് അങ്ങനെയൊക്കെ പണിയെടുക്കാൻ നടുവിന് പറ്റാത്ത കാരണം. എന്തായാലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും വലിയൊരു ഹായ് പറയുന്നു, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് ആവശ്യം ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ടാണ്. അത് നല്ലപോലെ ലഭിക്കുന്നുണ്ട് സനിത ചേച്ചിക്ക്. മക്കള് 2 പേര് വന്നിട്ടില്ല, ഒരാൾ വന്നിട്ടില്ല. നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഹലോ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്താ മോളുടെ പേര്?
എൻ്റെ പേര് ആദിത്യ അജീഷ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഹസ്ബൻഡിൻ്റെ. അപ്പം എങ്ങനെയാണ് ഒരു സ്ത്രീകൾക്ക് ഒരു അഡ്വൈസ് എന്ന രീതിയിൽ മനസ്സിന് എങ്ങനെയാണ് ഇങ്ങനെ ശക്തി പ്രാപിച്ച് നിൽക്കുന്നത്? ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയുവാണെങ്കിൽ നമ്മളെവിടെയും പറ്റിയാലെന്ന് പറഞ്ഞ് നിന്നാൽ ആകെയല്ല ഒരു കാര്യം. ആകെയില്ല, അതെ. അപ്പം ഇപ്പം ആടിനെ പോയിട്ട് നമ്മൾ എല്ലാവരും എന്നോട് ചോദിക്കും നീ ഈ പണിയൊക്കെ എങ്ങനെ ചെയ്യുന്നത്. അതെ. അപ്പം നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നമ്മൾ മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ ആണെങ്കിലും പുള്ളിക്കാരനെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം വയ്യാത്തപ്പം നമുക്ക് ഭയങ്കര വിഷമമാണ്. അതിപ്പം നമ്മളെങ്ങനെ പറഞ്ഞറിയിക്കാം, നമ്മളിപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയല്ലോ അതിന് അത്രയും. അപ്പം നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം വീട്ടിൽ വന്ന് കഷ്ടപ്പെടും. ചിലപ്പോൾ ഒക്കെ വഴക്കും ദേഷ്യം വരുമ്പോൾ പറയും ഞാനിതെല്ലാം കൂടി ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. എന്നാലും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിൻ്റെ പഠിത്തമായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പം 8 ലക്ഷം രൂപ നമുക്ക് വേണം അതിന്. അപ്പോൾ അതിന് ഇപ്പം 3-ാം വർഷം ആയിട്ടുള്ളൂ. നഴ്സിംഗ് നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. മൂത്തയാൾ നഴ്സിംഗ് ആണ്. ഇനി ചേച്ചിയുടെ നാടിനെ കുറിച്ച് പറയൂ. എന്താണ് ചേച്ചിയുടെ ഒരു ആഗ്രഹം? എൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വിഷമാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഇതിലേക്ക് കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാടെന്ന് വെച്ചാൽ മദ്യം ഭയങ്കരമായിട്ട് മദ്യം കൊച്ചു കുട്ടികൾ വരെ മദ്യം ഉപയോഗിക്കുന്ന നാടാണ്. മദ്യം കുടിക്കുന്ന മദ്യം കഴിക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ കൊച്ചല്ല, ഒരു 18 അങ്ങനെ. അപ്പം അതിന് എതിരെ ഞങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തു. ഞങ്ങളെ കൊണ്ടാകുന്നതിനപ്പുറം ചെയ്തു. അവിടെ അങ്ങനെ കൂടുതലായിട്ട് വരാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? നമ്മുടെ അതിർത്തി പ്രദേശം എന്ന് വെച്ചാൽ കർണാടക സ്റ്റേറ്റാണ്. അവിടെ നിന്നും കൊണ്ടുവരും. അവിടെ ചെറിയ വിലയ്ക്ക് മദ്യം കിട്ടും. അങ്ങനെ കിട്ടും. അത് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ ചെയ്യുന്ന പണി എന്നാന്ന് വെച്ചാൽ എപ്പോൾ ഏത് രാത്രി 12 മണിക്ക് ചെന്നാലും 3 മണിക്ക് ചെന്നാലും അവിടെ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ഞങ്ങൾ പഠിച്ച പണിയെല്ലാം ഞങ്ങൾ നോക്കി. നമ്മുടെ ഈ ഒരു തലമുറയല്ല, ഇനിയുള്ള കുഞ്ഞുങ്ങളും അതിനെല്ലാം അടിമയാകുകയാണെന്നുള്ളതാണ്. ഇത് നിർത്താൻ എന്താണ് ഒരു പോം വഴി? ഗവൺമെൻറ് തന്നെ, അതായത് നമ്മുടെ പോലീസും ഗവൺമെൻറ് തന്നെ അതിന് മുന്നിട്ടിറങ്ങണം. അല്ലാതെ ആരും സ്ത്രീകളെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടോ ആകില്ല. അപ്പം അതിനെതിരെ നല്ല നടപടി തന്നെ ഗവൺമെൻറ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു കൺസിഡറേഷൻ കിട്ടണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതെ. നടക്കട്ടെ. നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ കൂടുതൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് അതിനകത്തൊരു പ്രതിവിധി, നമുക്ക് അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രവും നമുക്ക് അറിയാത്തതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടല്ലോ, അവരൊരു നാടിനെ കുറിച്ചിട്ടും ജീവിതത്തിനെ കുറിച്ചും ഒക്കെ ഒരു സ്വപ്നം ഉണ്ടാവും. അപ്പൊ ചേച്ചിയുടെ ഈ ഒരു സ്വപ്നം, ചേച്ചിയുടെ സ്വപ്നം കേൾക്കുന്ന നമ്മുടെ ഗവൺമെന്റ് അതുപോലെ ഒരു എന്തെങ്കിലും തരത്തിലൊരു നല്ല തീരുമാനം എടുക്കാൻ പറ്റട്ടെ. ഇനിയുള്ള തലമുറയ്ക്കാണെങ്കിലും അവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?